ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ അരിത്തമാറ്റിക് മീൻ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അരിത്തമാറ്റിക് മീൻ ഈസി ആയിട്ട് എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയൻ ഈ പറഞ്ഞ 3 ഡാറ്റയിൽ എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് വാല്യൂ എന്നാണ്. എന്താണ് മിഡിൽ മോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുക്ക് വരുന്ന സംഖ്യ. ഓക്കെ, അപ്പോൾ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് മീഡിയൻ എന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. മീഡിയൻ നമ്മൾ എം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ മിഡിൽ മോസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സംഖ്യയുടെ ഏറ്റവും ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 3 പേര് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 3 പേര് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ആളുടെ പേര് എ, രണ്ടാമത്തെ ബി, മൂന്നാമത്തെ സി. ഇതിൽ മിഡിൽ മോസ്റ്റ് നടുവിൽ നിൽക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് മാത്രമായിരിക്കും? ബി മാത്രമായിരിക്കും അല്ലേ? കാരണം ഇവർ 3 പേരുടെയും നടുവിൽ നിൽക്കുന്ന ഒരേ ഒരാൾ ആരാണ്? ബി മാത്രമാണ്. അപ്പം ഇങ്ങനെ മിഡിൽ മോസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പറയുന്നവരാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം മീഡിയൻ നമുക്ക് ഏതൊക്കെ ഡാറ്റ കണ്ടുപിടിക്കേണ്ടത്? 3 ഡാറ്റയിലുണ്ട്. ഒന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് റോ ഡാറ്റയിലാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഡാറ്റയിലാണ്. ആൻഡ് തേർഡ് വൺ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഡിസ്ക്രീറ്റും കഴിഞ്ഞിട്ട് നമുക്കുള്ള ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ഡാറ്റയിലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഡാറ്റയിലും മീഡിയം കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്, സിമ്പിളാണ്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റ എന്താണെന്ന് നോക്കാം. ഇത് വെറുതെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതെന്താണ്? ഇത് ഒരു റോ ഡാറ്റയാണ് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഒരു റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ഫ്രീക്വൻസി ഒബ്സർവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്രീക്വൻസികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്, ഓക്കെ, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഈ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. എന്താണ് അറേഞ്ച് ചെയ്യണം? അതായത് ഈ പറഞ്ഞ ഡാറ്റയെ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ 2, 3, 1, അതായത് ഒരു ആരോഹണക്രമം അവരോഹണക്രമം ഒന്നും ഇല്ലാതെ ക്രമമില്ലാത്ത ഡാറ്റ തന്നിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾക്ക് അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്ന ആരോഹണക്രമം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതിൽ നിന്നും ചെറുതിലേക്ക് പോകുന്ന അവരോഹണക്രമം. ഇത് ഏത് ക്രമത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ആരോഹണക്രമത്തിൽ ഞാൻ എന്താണ് ഇതിനെ അറേഞ്ച് ചെയ്യാൻ കേട്ടോ. നോക്കിക്കോളൂ. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ 1 ആണ്. ഞാൻ അത് എഴുതി 1, രണ്ടാമത്തെ സംഖ്യ 2, പിന്നെ 3 വരും, പിന്നെ ആര് വരും? 4 വരും. ദെൻ അടുത്തത് ആര് വരും? 5 ഉണ്ടോ? ഇല്ല. 5 ഇല്ല. 6 ഉണ്ടോ? ഇല്ല. 7 ഉണ്ടോ? 7 ഉണ്ട്. 7 വരുന്നു. ദെൻ അടുത്ത എത്ര വരുന്നത്? 8 വരുന്നുണ്ട്. ദെൻ അടുത്ത നമ്പർ 9 ആണ് വരുന്നത് അല്ലേ? 9 ആണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നമ്പേഴ്സൊക്കെ ഞാൻ എന്ത് ചെയ്തു? ആദ്യം അറേഞ്ച് ചെയ്ത് 1, 2, 3, 4, 7, 8, 9 എന്ന ഓർഡറിലേക്ക് മാറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ട ഇക്വേഷനാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 2 നോക്കിക്കോളൂ. സ്റ്റെപ്പ് 2 ആണ് ഇനി പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂസ് ദ ഫോർമുല. ഓക്കെ, നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യാനുണ്ട്. ആ ഇക്വേഷനാണ് പറയുന്നത് മീഡിയൻ ഇസിക്കൽ ടു n plus 1 by ടൂത്ത് ഐറ്റം എന്നാണ് പറയാറുള്ളത്. ഓക്കെ, നമ്മൾ മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. n+1 by ടൂത്ത് ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ മീഡിയം കിട്ടും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ടോട്ടൽ തന്നിരിക്കുന്നതാണ്. n ഇവിടെ നമുക്ക് എത്ര നമ്പർ തന്നിട്ടുണ്ട്? മൊത്തം നമുക്കിവിടെ 1, 2, 3, 4, 5, 6, 7. യെസ്, എത്ര നമ്പർ ഉണ്ട്? 7 നമ്പറാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കാം. നമുക്കിവിടെ m = 7 + 1 / 2 എന്ന് പറയുമ്പോൾ 8 / 2 എന്ന് വരും. ഫൈനലി ഫോർത്ത് നമ്പർ, ഓക്കെ, ഫോർത്ത് നമ്പർ ആയിരിക്കും നമ്മുടെ എന്ത് പറയുന്നത്? മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ നമ്പർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നമ്പർ 1 തന്നെ, രണ്ടാമത്തെ നമ്പർ 2 ആണ്, മൂന്നാമത്തെ നമ്പർ 3 ആണ്, നാലാമത്തെ നമ്പർ 4 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 4 എന്ന് നമുക്ക് പറയാം. ഡിസ്ട്രിബ്യൂഷൻ മീഡിയൻ ഈസ്, ഈ പറഞ്ഞ മീഡിയൻ എത്രയായിരിക്കും വരിക? മീഡിയൻ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, സാറേ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 4 തന്നെയാണോ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 എന്നുള്ളത്? ഓക്കെ, ആ കൺഫ്യൂഷൻ പോകാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് മാറ്റി എഴുതാൻ പോണേ. ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്ന 4 എന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 5 എന്ന് കൊടുക്കുന്നു. അതേപോലെ ഇവിടെ 4 എന്ന് എഴുതിയതിന് പകരം ഞാൻ അതും 5 ആക്കി മാറ്റുന്നു. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ആ സംശയം മാറിയിട്ടുണ്ടാവും എന്ന വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സംശയം മാറ്റിയ രീതിക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വീണ്ടും ചെയ്ത് നോക്കണേ. 4ാമത്തെ നമ്പർ എടുക്കാനാണ് പറഞ്ഞത്. എത്രാമത്തെ നമ്പർ എടുക്കാതെ? 4ാമത്തെ നമ്പർ. അപ്പോൾ നമുക്കറിയാം 4ാമത്തെ നമ്പർ 1, 2, 3. 4ാമത്തെ നമ്പർ എത്ര വരുന്നത്? 5 ആണ് വരുന്നത് അല്ലേ? 5 ആണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതിച്ചു മീഡിയൻ എത്ര വരിക? 5 എന്നാണ് വരിക. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന 5 എന്ന് പറയുന്ന നമ്പർ മാറ്റിയിട്ട് അവിടെ ഒരു 50 ഒക്കെയാണ് എന്തായിരിക്കും? മീഡിയം വീണ്ടും മാറും. കാരണം നടുവിൽ വരുന്ന നമ്പറാണ് മീഡിയനായിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ റോ ഡാറ്റയിൽ എങ്ങനെ എടുക്കണം നിങ്ങൾ പഠിച്ചു വിശ്വസിക്കുന്നു. സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ എങ്ങനെയാണ് മീഡിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ എങ്ങനെ മീഡിയം കണ്ടുപിടിക്കുന്നുള്ള ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്കിവിടെ ചോദ്യം എന്തൊക്കെ തന്നിരിക്കുന്നത്, ഏജും അതേപോലെ നമ്പർ ഓഫ് പേഴ്സൺ തന്നിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, എക്സ് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട് പ്ലസ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഡാറ്റ, വേറെ ഏതുമല്ല ഡിസ്ക്രീറ്റ് ഡാറ്റ ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റയിലാകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. മീഡിയം ഈസ് ഈക്വൽ ടു നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ ചെയ്യാം, പക്ഷേ n ക്യാപിറ്റൽ n ആവും, n+1/2th ഐറ്റം. ഓക്കെ, ഈ ഐറ്റം ഏത് ക്ലാസ്സിലാണ് ഏത് നമ്പറിലാണ് വരുന്നത് അതാണ് നമ്മൾ മീഡിയൻ ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, n+1 എന്ന് പറയുമ്പോൾ എന്താണ്, n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ എഫ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. നമുക്ക് നോക്കാം ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്, 3 8 11, 11 11 22, 22 3 25, 25 5 30. യെസ്, 30 നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മീഡിയം കണ്ടുപിടിക്കാൻ ചെയ്യുന്ന കാര്യം 30+1 ഡിവൈഡ് ബൈ രണ്ടാമത്തെ ഐറ്റം എന്നാണ് എടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ഐറ്റം എന്നാണ് എടുക്കുക. അതായത് 31നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഉത്തരം കിട്ടുക, നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ പറഞ്ഞ 15.5 ഐറ്റം എന്നായിരിക്കും നമ്മുടെ ഉത്തരം കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 15.5 ഐറ്റം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചുകൊണ്ട് മാത്രമായില്ല, നമുക്കിവിടെ മീഡിയൻ വാല്യൂ എത്ര കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, സാറേ ഇവിടെ എവിടെയും 15 തന്നിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു കോളം കൂടി ചേർക്കണം. വേറെ ഏതുമല്ല, അതാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയും. ഏതാണ് കോളം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം നമ്മളിവിടെ ചേർക്കുകയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി പരസ്പരം കൂട്ടി എഴുതുന്നതിന് പറയുന്നവരാണ്. ആദ്യത്തെ ഫ്രീക്വൻസി നമ്മൾ അതുപോലെ എഴുതി 3 എന്ന് എഴുതുന്നു. അടുത്തതിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പം ആ 3ൻ്റെ കൂടെ ഇവിടെ തന്നിരിക്കുന്ന 8 കൂടി ചേർത്തിട്ട് 11 എന്ന് എഴുതും. ഇനി ആ 11ൻ്റെ കൂടെ ഇവിടുത്തെ 11 കൂടി ചേർത്തിട്ട് 22 എന്ന് എഴുതും. അടുത്തത് 22ൻ്റെ കൂടെ 3 കൂടി ചേർത്തിട്ട് 25 എന്ന് എഴുതും. ലാസ്റ്റ് 25ൻ്റെ കൂടെ 5 ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തും, 30 എന്ന് എഴുതും. ഓക്കെ, ഇപ്പം നമുക്കിവിടെ എന്ത് കിട്ടി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 30 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന അതിൽ 15.5 ഫ്രീക്വൻസി ഏതിലാണ് വരുന്നത് നോക്കാം. അപ്പോഴും നമുക്കറിയാം ഇവിടെ 15.5 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വരുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, അതിനർത്ഥം ഈ 15.5 ഐറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 3 വരെ ഉള്ളതിൽ മാക്സിമം 3 ഫ്രീക്വൻസികൾ ഉണ്ടാവുള്ളൂ. 11 വരെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉള്ളത് മാക്സിമം 11 വരെ വരാം. പക്ഷേ 22 വരെയുള്ള നോക്കി നിങ്ങളുടെ അതിൽ 15.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസിയും അതിൽ പെടും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ 15.5 ഐറ്റം ഉൾപ്പെടുന്ന ഫ്രീക്വൻസി ക്ലാസ് നമ്മളെടുക്കും, അതായത് ഇൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 15.5 ഐറ്റം വരുന്ന ഏതിലാണ്, 24 ഏജ് ഉള്ളതാണല്ലേ. അപ്പോൾ നമ്മളിവിടെ പറയും എന്താണ്, മീഡിയൻ ഏജ്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, 24 ഇയേഴ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ്. ഇനി ഇതിൽ കൂടുതൽ ആലോചിച്ചിരിക്കാനോ ഒന്നുമില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് കണ്ടുപിടിക്കണം മാത്രമേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഫ്രീക്വൻസി പരസ്പരം കൂട്ടി എഴുതുന്നതിന് പറഞ്ഞവരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതാണ് ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ 24 വയസ്സെന്ന് കിട്ടിയ എന്താണ്, ഇതിൻ്റെ മീഡിയനാണ്. ഏറ്റവും നടുവിൽ വരുന്ന വാല്യൂ ഈ പറഞ്ഞ മീഡിയൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും സ്ക്രീനിൽ ഏജും നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണ്, ഒന്ന് ക്ലാസ്സിലും മറ്റൊന്ന് ഫ്രീക്വൻസി ആയിട്ട് തന്നിട്ടുള്ളത്. ക്ലാസ്സും ഫ്രീക്വൻസിയും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അത് എന്ത് തരം ഡാറ്റയാണ്. ആ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടിന്യൂസ് ഡാറ്റയാണ് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിൽ നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കേണ്ടതെന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ഡാറ്റയിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, നോക്കിക്കോളൂ. മീഡിയൻ ഇസ് ഈക്വൽ ടു, നമുക്കതിന് സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്, L+n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F. ഇനി ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഗുണിക്കണം. എന്തുകൊണ്ട് ഗുണിക്കണ്ടേ, ഇൻറ്റു C കൊണ്ട് ചെയ്താൽ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇക്വേഷൻ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ് കേട്ടോ. ഇക്വേഷൻ പഠിച്ചെടുക്കുക അത്ര വലിയ പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇക്വേഷൻ എന്താണ്, L+n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു C എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് പഠിക്കുക. ഇത് കാണാപാഠം പഠിക്കേണ്ടതില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം നമുക്ക് 2 സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞത്, സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ് ഫൈൻഡ് മീഡിയൻ ക്ലാസ്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മീഡിയൻ ക്ലാസ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് n/2th ഐറ്റം വരുന്ന n/2th ഇൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി n/2 വരുന്നതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഇക്വേഷനാണ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞത്, സ്റ്റെപ്പ് 2 ആണ് നമ്മൾ പറഞ്ഞത് എന്ത്, അപ്ലൈ ദ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഇനിയാണ് നമ്മൾ എന്തിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്ലൈ ദ ഇക്വേഷനാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം എന്താണ് ഇതെങ്ങനെയാണ് ആൻസർ കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യാൻ പോകണേ.
അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഏജും നമ്പർ ഓഫ് പീപ്പിളും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എപ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങൾ തന്നു കഴിഞ്ഞാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നുള്ള. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് നോക്കാം. ആദ്യത്തെ കോളം 8 വരുന്നു, പിന്നെ 8ഉം 2ഉം ചേർത്ത് 10 വരുന്നു, പിന്നെ 10ഉം 10ഉം ചേർത്ത് 20 വരുന്നു, 20ഉം 3ഉം ചേർത്ത് 23 വരുന്നു, ആൻഡ് ഫൈനലി 5 കൂടി ചേർത്ത് എത്രയാവുന്നു? 28 മാറുന്നു അല്ലേ. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി 28 വരുന്നത്. അപ്പോൾ 5 3 8, 8ഉം 10ഉം 18, 18 20 28, 28 വരുന്നത്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ ആദ്യം എന്തിനാ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. അപ്പോൾ മീഡിയൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇക്വേഷനാണ് വേറെ ഒന്നുമല്ല. മീഡിയൻ ക്ലാസ് = n/2 ഐറ്റം ഏതാണെന്ന് നോക്കും. ഓക്കെ, n/2 ഐറ്റം അവിടെ പ്ലസ് മൈനസ് ഒന്നുമില്ല കേട്ടോ വരുന്നത്. n/2 ഐറ്റം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കണേ n എത്രയാണ്? 28. 28 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 14ാമത്തെ ഐറ്റം എന്ന് കിട്ടും. എത്ര കിട്ടുക? 14ാമത്തെ ഐറ്റം എന്ന് കിട്ടും. അപ്പോൾ 14ാമത്തെ ഐറ്റം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നത് നോക്കാം. ഫസ്റ്റ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വരില്ല. കാരണം എന്താണ്? അവിടെ 8 വരെ ഉള്ളൂ. രണ്ടാമത്തേലും വരില്ല, അവിടെ 10 വരെ. പക്ഷേ മൂന്നാമത്തേലും വരും. കാരണം എന്താണ്? അവിടെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 വരുന്നത്. ഓക്കെ, നാലാമത്തേലും അഞ്ചാമത്തേലും ഒന്നും വരില്ല. കാരണം 20 ഓൾറെഡി വന്നു കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം മീഡിയം ക്ലാസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കുക. മീഡിയം ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ മീഡിയം ക്ലാസ് അതുകൊണ്ട് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഏതാണെന്ന് കിട്ടി? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഏതാണ് ഉത്തരം വന്നത്? നമ്മുടെ 20 to 30 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ മീഡിയം ക്ലാസ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ ചെയ്യേണ്ട ആ ഇക്വേഷൻ നേരിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഓരോന്ന് വേണ്ട എഴുതുക. L plus n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F എന്നതിനെ നമ്മൾ ഗുണിക്കുന്നു അല്ലേ. ഇൻറ്റു സി ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് ഓരോന്ന് എഴുതിക്കാം. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കിവിടെ ഓരോന്ന് വാല്യൂസ് എഴുതിക്കാം കേട്ടോ. അപ്പോൾ വാല്യൂസ് ഞാൻ ഓരോന്ന് ഇവിടെ എഴുതിക്കണേ. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആണ്. അത് എത്രയാണ്? 20 അല്ലേ. ഇതാണ് നമ്മുടെ എൽ എന്ന് പറഞ്ഞാൽ 20 വരുന്നത്. അടുത്തത് n/2 വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. എത്ര n/2 വാല്യൂ എന്ന് പറഞ്ഞാൽ 14 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് CF ആണ്, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എപ്പോഴും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന മീഡിയം ക്ലാസ്സിൻ്റെ അല്ല, അതിന് തൊട്ട് മുകളിൽ വരുന്ന ക്ലാസ്സിൻ്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെ എടുക്കേണ്ടത്. ഇതാണ് നമുക്കിവിടെ വേണ്ട ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, CF എത്ര കിട്ടിയ? 10 കിട്ടി. നെക്സ്റ്റ് നമുക്ക് വേണ്ട ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ആ സ്വന്തം ക്ലാസ്സിൻ്റെ എടുക്കാം. അത് എത്രയാണ്? 10 വന്നിരിക്കുന്നത്. ഓക്കെ, ഫ്രീക്വൻസി 10 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് വേണ്ട ക്ലാസ് ഇൻ്റർവെല്ലാണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ വ്യത്യാസം എത്രയാണ്? 30 - 20 സമയം എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കാം. m = എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. m = L. എല്ലിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് 20 പ്ലസ് n/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് 14 മൈനസ് CF എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നത്. എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന F കൊണ്ടാണല്ലേ. F എത്രയാണ്? 10 തന്നിരിക്കുന്നത്. ഓക്കെ, 10 ഇൻറ്റു നമ്മളിവിടെ പറഞ്ഞ C എത്രയാണ്? 10 പറഞ്ഞത്. ഇൻറ്റു C എന്ന് പറഞ്ഞാൽ 10 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 20 പ്ലസ് ഈ 20 ഒരിക്കലും നമ്മൾ ആദ്യമേ കൂട്ടാൻ പാടില്ല, അത് അവസാനത്തേക്ക് വെക്കാം. 20 പ്ലസ് 14 10 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. 4 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10 എന്ന് കിട്ടും. അപ്പോൾ 4 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ തന്നെ 4 ഇൻറ്റു 10 40. 40 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞാൽ 10 വെട്ടിപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഉത്തരം 20 പ്ലസ് 4 എന്ന് കിട്ടും. എത്രയായിരിക്കും ഉത്തരം? 20. അങ്ങനെ 24 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം ഉണ്ടായിരിക്കും. ആണ് മീഡിയം നമ്മൾ എന്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മീഡിയം കണ്ടുപിടിക്കാൻ ഈസിയാണ്. മീഡിയൻ എത്ര കിട്ടിയത്? മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? മീഡിയൻ എന്ന് പറയുന്നത് വാല്യൂ നമുക്കിവിടെ കിട്ടിയത് എത്ര കിട്ടിയത്? 24 നമുക്ക് ഉത്തരം കിട്ടുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പറഞ്ഞിരിക്കുന്ന മീഡിയൻ വാല്യൂ നമ്മളിവിടെ കിട്ടിയത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ആ ഇക്വേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മീഡിയനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായത്. അപ്പം കണ്ടൻറ്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ്. റോ ഡാറ്റ, ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റയിൽ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽസബൈൻ. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.